ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിറ്റോക്സ് ഡ്രിങ്കാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം കഴിക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, അതിന് അളവൊന്നുമില്ല. കാരണം നമ്മൾ തിളപ്പിച്ചിട്ട് നമ്മൾ വെള്ളം ആണ് എടുക്കുന്നത്, നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ പൂമ്പൊടിയും പിന്നെ അതിൻ്റെ ആ തണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി എടുക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ജ്യൂസ് സ്ക്വാഷൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നിറം ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം വിട്ട് മാറുമ്പോൾ നമ്മൾ അത് ഊറ്റിയെടുക്കും. അതേ രീതി തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ ഇവിടെ ഉപയോഗിക്കുന്നത്. ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ തോരൻ വെച്ചിട്ടും ഒക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നും ആ ചെമ്പരത്തിപ്പൂവ് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിന് നമുക്ക് തണുക്കാൻ വയ്ക്കുക, നന്നായിട്ട് തണുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചെയ്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു 150 ഗ്രാം മുന്തിരി എടുക്കുക, എന്നിട്ട് അതൊന്നിങ്ങനെ നന്നായിട്ട് ചതച്ച് വയ്ക്കുക. മിക്സിയിലൊന്നിട്ട് അടിച്ച് അരയ്ക്കരുത്, നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് വേണ്ടത്. പച്ച കളറുള്ള മുന്തിരി തന്നെ വേണമെന്നൊന്നുമില്ല, കറുത്ത മുന്തിരി ആയാലും ഏതായാലും കുഴപ്പമില്ല, നമുക്ക് മുന്തിരി എടുത്താൽ മതി. അപ്പോൾ കുരുവില്ലാത്ത മുന്തിരിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ പച്ച മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്, 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി വേണം, പിന്നെ പുതിന വേണം, ചെറുനാരങ്ങ വേണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുക്കാം, ഇത് മിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ തണുപ്പിച്ച ചെമ്പരത്തിപ്പൂ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മുന്തിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചതച്ച് വെച്ച മുന്തിരി ചേർക്കുമ്പോൾ അതിൻ്റെ നിറം നല്ല ഭംഗിയുള്ള ഒരു നിറമായിട്ട് മാറും. അപ്പോൾ നമ്മൾ നാരങ്ങാനീര് ചേർത്താലും ഒക്കെ അതേ ചെമ്പരത്തിപ്പൂവിലേക്ക് പുളിരസം വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ട് മാറും. പിന്നെ നമ്മൾ ഇഞ്ചി എന്ന് പറയുന്നത് ഞാൻ 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. പിന്നെ പുതിന എന്ന് പറഞ്ഞ് ഞാൻ തണ്ടോടുകൂടി ഒന്ന് ചതച്ചിട്ടുണ്ട്, അതും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ, നന്നായിട്ടല്ല, വെറുതെ ഒന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ പീസാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡിറ്റോക്സ് വാട്ടറാക്കി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത്രയ്ക്കും മതിയിട്ടാ. അതല്ല, നമുക്കൊരു ഡ്രിങ്കായിട്ട് കുടിക്കാനാണെങ്കിൽ നമ്മളൊരു പച്ചമുളകും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കും. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡിറ്റോക്സ് വാട്ടറായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മധുരമോ ഉപ്പോ ഒന്നും ചേർക്കാതെ പിറ്റേ ദിവസം നമുക്ക് കുടിക്കാം. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്യണം, നന്നായി മിക്സ് ചെയ്യണം. അതിന് ശേഷം കുറച്ച് സമയം അവിടെ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസ്, എല്ലാത്തിൻ്റെ ജ്യൂസ് ഇങ്ങനെ ആ ചെമ്പരത്തിപ്പൂ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അതിൻ്റെ ടേസ്റ്റ് നന്നായി കൂടും. കുടിക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ആ കുടിക്കുന്ന സമയത്ത് ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് അരിച്ചിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്തിരിയും എല്ലാം ചേർക്കുമ്പോൾ ഒന്നിൻ്റെയും ഫ്ലേവർ ഒന്നും വല്ലാതെ മുമ്പിൽ നിൽക്കില്ല. പക്ഷെ നമുക്ക് എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കിട്ടും. ഇതുപോലെ നമ്മൾ മിക്സിയിൽ അരയ്ക്കാതെ എല്ലാതും ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ ശരിക്കും പറയണമെങ്കിൽ ശരിക്കും ജ്യൂസിനേക്കാളും കുറച്ചുകൂടെ രുചി കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സൂപ്പർ ഡ്രിങ്കാണിത്. നമ്മുടെ ചെമ്പരത്തിപ്പൂ ഡ്രിങ്ക് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ഡിറ്റോക്സ് വാട്ടർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കുടിച്ചു നോക്കുക, അഭിപ്രായം പറയുക. വളരെ രുചികരമാണ്, വളരെ ഹെൽത്തിയാണ് എന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ ഉപ്പും പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ. ഒന്നും ചേർത്തില്ലെങ്കിൽ ഇത് ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇനി വേണമെങ്കിൽ നമുക്കിതിൽ
നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ അത് സ്ലൈസ് ചെയ്തിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോഴൊക്കെ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഇതുപോലെ നമുക്ക് പലതരത്തിലും ഡിറ്റോക്സ് വാട്ടർ ഉണ്ടാക്കാം. നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ വെറുതെ എല്ലാത്തിൻ്റെയും ഈ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ റെസിപ്പികൾ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എല്ലാ വീഡിയോസും കാണുക, ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം.